നമസ്കാരം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ചുള്ള റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സും ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബേസിക്കലി നമുക്കറിയാം ദർ ആർ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് കൂടിയുള്ള റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരൻസ്, മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ്, ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് ടു ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ദർ ഈസ് ഓൺലി ഇൻവോൾവ്മെന്റ് ഓഫ് വൺ പാരന്റ്. ഒറ്റ പാരന്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ദർ ഇസ് നോ ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി ആദ്യ ഭാഗത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ അഥവാ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ജനനം മുതൽ അതിന്റെ സ്വാഭാവിക മരണം വരെയുള്ള ഒരു കാലഘട്ടമാണ് ലൈഫ് സ്പാൻ. ദ പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. ഇത് ഓരോ ജീവിക്കും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ജീവിയുടെ ആകൃതിയും വലിപ്പവും ലൈഫ് സ്പാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ സൈസ് ഓഫ് ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. ഫോർ എക്സാമ്പിൾ, വലിപ്പത്തിൽ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് പക്ഷികളാണ് തത്തമ്മയും കാക്കയും. പാരറ്റ്, തത്തമ്മ, അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 140 years ആണ്. എന്നാൽ ക്രോയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 15 years ആണ്. So there is no relation between size of the organism and its lifespan. Likewise, കരയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആന, എലിഫന്റ്, അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 65 years ആണ്. കരയിലെ ചെറിയൊരു ജീവിയായിട്ടുള്ള ആമയുടെ ലൈഫ് സ്പാൻ, ടോട്ടോയിസ്, 100 to 150 years ആണ്. And here also we can see there is no relation between size of the organism and its lifespan. ഇനി ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, നമുക്ക് ആ ചാർട്ടിലേക്ക് പോകാം. ചാർട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രോ 15 years എന്ന് കൊടുത്തതിന് കാണാം. അതുപോലെ പാരറ്റ് 140 years. എലിഫന്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു 65 years. അതുപോലെ ടോട്ടോയിസ് 100 to 150 years. ഇവിടെ ഡോഗിൻ്റെയും കൗവിൻ്റെയും ലൈഫ് സ്പാൻ കുറെ ഒരേപോലെയാണ് വരിക, 20 to 30 years. അതുപോലെ ക്രോക്കോഡൈൽ ആൻഡ് ഹോഴ്സ് രണ്ടിനും 60 years ആണ് ലൈഫ് സ്പാൻ. ഇനി കുറച്ച് ഇൻസെക്ട്സ് നോക്കുക. ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട് 1 to 2 weeks. കേവലം 2 ആഴ്ചക്കാലം മാത്രമാണ് ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ. അതുപോലെ ഫ്രൂട്ട് ഫ്ലൈ 10 to 12 days. ബനാന ട്രീ 10 years. റൈസ് പ്ലാന്റ് 3 to 4 months. റോസ് ബുഷ് 4 years. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ലൈഫ് സ്പാൻ ഉള്ളത് നമുക്ക് കാണാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മളൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന ടേമാണ് ക്ലോൺസ്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഓർഗാനിസംസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ക്ലോൺസ്. മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ ബാഹ്യപരമായിട്ടും ജനറ്റിക്കലി ജനിതകപരമായിട്ടും ഒരേപോലെ പാരൻസിനെ പോലെ തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങള് ആണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈമാണ് പഠിച്ചോളണം. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഓർഗാനിസംസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ക്ലോൺസ്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ നടക്കുമ്പോൾ നമ്മൾ വേറൊരു ടൈമാണ് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പ്ലാന്റ്സിന് 3 വെജിറ്റേറ്റീവ് പാർട്സ് ആണുള്ളത്, സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. ഇപ്പൊ സ്റ്റെം വഴിയോ റൂട്ട് വഴിയോ ലീഫ് വഴിയോ പ്ലാന്റ്സിന്റെ പ്രത്യുൽപാദനം നടക്കുന്ന ആ പ്രൊപ്പഗേഷനെയാണ് നമ്മൾ പറയുക വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അടുത്ത ഭാഗത്ത് നമ്മൾ ഇനി കാണുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും അതുപോലെ പ്ലാന്റ്സിന്റെ ചില വെജിറ്റേറ്റീവ് പ്രൊപ്പിഗ്യൂൾസുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്.
എപ്പോഴും ഫൈനൽ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. ആദ്യ ഭാഗത്ത് എ പാർട്ട് വരുന്ന ഭാഗത്ത് മാച്ച് ദ ഫോളോയിങ്ങോ ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരുന്ന ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയാണ്. ആ വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചിത്രത്തിൽ ഈസ്റ്റ് സെല്ല് നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാം. ബഡ്ഡിങ്. അതിൻ്റെ പാരൻ്റ് സെല്ലിൻ്റെ മുകളിൽ നിന്നും ഒരു ബഡ്, ഒരു മുകുളം വന്ന് അത് വലുതായിട്ട് അവസാനം പാരൻ്റ് സെല്ലിൽ നിന്ന് ആ ബഡ് പിഞ്ച് ഓഫ് ചെയ്ത് മാറും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനത്തെ അസോഷ്യൽ മെത്തേഡിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുക. ഈസ്റ്റിൽ കാണുന്ന ഈ മെത്തേഡ് ബഡ്ഡിങ്. ഈ ചിത്രത്തിൽ കാണുന്നത് ബാക്ടീരിയയിലും അമീബയിലും എല്ലാം കാണുന്ന ബൈനറി ഫിഷൻ എന്ന മെത്തേഡാണ്. ബൈനറി ഫിഷൻ. അമീബയുടെ പാരൻ്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം ന്യൂക്ലിയസും സൈറ്റോപ്ലാസും എല്ലാം ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്ന ഇതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. മുകളിൽ കാണുന്നത് സൂസ്പോസ് ഫോർമേഷൻ. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ചെടിയിൽ ആൽഗയാണ്. അതിൽ കാണുന്നതാണ് സൂസ്പോർ ഫോർമേഷൻ. താഴെ കാണുന്ന ചിത്രത്തിൽ ഹൈഡ്രയിലുള്ള അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അതും ബഡ്ഡിങ് തന്നെയാണ്. ബഡ്ഡിങ്. ഇതിലെ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് ഫംഗസ് ആണ്. പെനിസീലിയം. പെനിസീലിയം ഫംഗസിൻ്റെ ടിപ്പിൽ കാണുന്ന കൊണീഡിയ എന്ന് പറയുന്നതാണ് ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. താഴെ ചിത്രത്തിൽ കാണുന്നത് സ്പോഞ്ചസിൽ കാണുന്നതാണ് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ചസ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഡിഫറെൻറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ്. ഓരോന്നും ഭംഗിയായിട്ട് പഠിച്ചോളണം. ആദ്യത്തത് ഐസ് ഓഫ് പൊട്ടറ്റോ. പൊട്ടറ്റോയിൽ കാണുന്നത് ഐസ് ഓഫ് പൊട്ടറ്റോ. നെക്സ്റ്റ് ഫിഗറിൽ റൈസോം ഓഫ് ജിഞ്ചർ. ഇഞ്ചിയിൽ കാണുന്ന റൈസോം. തേർഡ് വൺ ബൾബിൽ ഓഫ് അഗേവ്. BULBIL ബൾബിൽ ഓഫ് അഗേവ് പ്ലാന്റ്. നെക്സ്റ്റ് ഒരു ലീഫ് കൊടുത്തിട്ട് കാണാം. ബ്രയോഫിലം. ഇലമുളച്ചി എന്ന് പറയുന്ന ലീഫാണത്. അതിൽ വരുന്നത് ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം. ഇലമുളച്ചിയിൽ ഒരു ഇലയുടെ ഭാഗം മതി ഇലയുടെ ഓരോ നോച്ചസിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നത് കാണാം. ലാസ്റ്റ് വൺ ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ചെടി കുളവാഴയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചെടിയാണ്. ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി, ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്യൂളിൻ്റെ പേരാണ് ഓഫ്സെറ്റ്. വെള്ളത്തിൽ പെട്ടെന്ന് പടരുകയും വെള്ളത്തിലുള്ള ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ മുഴുവൻ വലിച്ചെടുത്ത് ജലത്തിലുള്ള മത്സ്യങ്ങൾക്കൊക്കെ ഭീഷണിയായിട്ട് മാറുന്നത് കൊണ്ടാണ് അതിനെ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഈ ചെടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോട്ടണിയുടെ അവസാന ചാപ്റ്ററിലും വരുന്നതാണ് ഈ ചെടിയെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് വാട്ടർ ഹയാസിന്ത് അഥവാ കുളവാഴ. അതിൻ്റെ സയൻറ്റിഫിക് ടേമാണ് ഐക്കോർണിയ സ്പീഷീസ്. ചെടി അറിയപ്പെടുന്നത് ടെറർ ഓഫ് ബംഗാൾ. നെക്സ്റ്റ്, ഫേസസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 3 ഫേസസ് ആണുള്ളത്. ഒന്ന് ജുവനൈൽ ഫേസ്, രണ്ടാമത് റീപ്രൊഡക്റ്റീവ് ഫേസ്, തേർഡ് ഫേസ് സെനസൻ ഫേസ്. ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസിന് മുമ്പ് വരുന്ന ഫേസാണ് ജുവനൈൽ ഫേസ്. റീപ്രൊഡക്ഷന് ശേഷം വരുന്ന ഫേസാണ് സെനസൻ ഫേസ്. സെനസൻസ് എന്ന് വെച്ചാൽ ഏജിങ്. അപ്പം ഇങ്ങനെ 3 ഫേസാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ കാണുന്നത്. ജുവനൈൽ എന്ന് പറഞ്ഞാൽ എയർലി ഫേസ് ആണ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പയറ് ചെടി അത് വിത്ത് മുളച്ച് കുഞ്ഞു ചെടിയായി അത് പൂവിടുന്നത് വരെയുള്ള കാലഘട്ടമാണ് അതിൻ്റെ ജുവനൈൽ ഫേസ്. എപ്പോഴാണ് ഒരു പൂവിടരുന്നത്? നമുക്കറിയാം, പൂവ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ ഫ്ലവർ വിരിഞ്ഞു വരുന്ന ആ നിമിഷം മുതലാണ് ആ പ്ലാന്റിൽ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിനുശേഷം ഒരുപാട് പൂക്കളുണ്ടാവുന്നു, അതിൻ്റെ കായ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഫലം ഉണ്ടാവുന്നു. അതിനുശേഷം നമുക്കറിയാം ഈ പയർ ചെടിയെല്ലാം ഇലകളെല്ലാം മഞ്ഞച്ച് അതിൻ്റെ ലൈഫ് സൈക്കിൾ അവസാനിക്കുകയാണ്. അപ്പം ഇലകൾ മഞ്ഞച്ച് വരുന്ന ആ ഫേസാണ് ഇത് ഏജിങ് ഫേസ് അഥവാ സെനസൻ ഫേസ്. ഇങ്ങനെ 3 ഫേസാണ് റീപ്രൊഡക്ഷനിലുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടണം. ഒന്ന് ബാംബു,
അതുപോലെ നീലക്കുറിഞ്ഞി. ബാംബു എന്ന് പറയുന്ന ചെടി 50 to 100 ഇയേഴ്സ് ജീവിച്ചിരിക്കും. പക്ഷെ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കുകയുള്ളൂ. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുകയുള്ളൂ. ഇങ്ങനെ ലൈഫിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ചെടികൾക്ക് പറയുന്ന ടേമാണ് മോണോകാർപ്പിക് പ്ലാന്റ്സ്. പ്ലാന്റ്സ് ദാറ്റ് ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദയർ ലൈഫ് ടൈം. അതിന് 2 എക്സാമ്പിൾ പഠിച്ചോളണം. ബാംബു 50 to 100 ഇയേഴ്സ്, നീലക്കുറിഞ്ഞി അതിൻ്റെ സയൻറ്റിഫിക് നെയിമും പഠിച്ചിരിക്കണം, സ്ട്രൊബൈലാന്തസ് കുന്തിയാന. സോ ഇറ്റ് ഫ്ലവേഴ്സ് ഓൺലി വൺസ് ഇൻ 12 ഇയേഴ്സ്. അതുപോലെ 2 സൈക്കിളും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു ഈ ഭാഗത്ത്. ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നോൺ പ്രൈമേറ്റ് മാമൽസ് ആയിട്ടുള്ള കൗസ്, ഗോട്ട്, ഷീപ്പ്, ടൈഗർ, ഡിയർ തുടങ്ങിയ ജീവികളിൽ കാണുന്ന സൈക്കിളിനെയാണ് നമ്മൾ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുക. മെൻസ്ട്രൽ സൈക്കിൾ പ്രൈമേറ്റ് മാമൽസ്, ഏപ്സ്, മങ്കീസ്, ഹ്യൂമൻ ബീയിങ്സ് ഇവയിൽ കാണുന്ന സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ സൈക്കിൾ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. ഓരോ പീരിയഡിലും അതിനെ തുടർന്ന് ഒരു ബ്ലഡ് ഫ്ലോയും വരുന്ന ആ ഒരു സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ സുവോളജി പോർഷനിൽ പഠിക്കും. ഈസ്ട്രസ് സൈക്കിളിൽ ഇങ്ങനെ ഒരു പീരിയോഡിക് ബ്ലഡ് ഫ്ലോ ഇല്ല. കാരണം യൂട്രസിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്നർ ലെയർ എൻഡോമെട്രിയം എന്ന് പറയും. ഈ എൻഡോമെട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് വെസൽസ് എല്ലാം നിറഞ്ഞിട്ട് അത് പൊട്ടി പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുക മെൻസ്ട്രൽ സൈക്കിളിൽ. എന്നാൽ ഈസ്ട്രസ് സൈക്കിളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഈ പറയുന്ന നോൺ പ്രൈമേറ്റ് മാമൽസിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ ബ്ലഡിൽ. അപ്പോൾ മാത്രമാണ് അവർക്കൊരു ഈസ്ട്രസ് പീരിയഡ് എന്ന് പറയുക, അഥവാ ഒരു സെക്സ് ഹീറ്റ് പീരിയഡ്. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്ന ഈ സൈക്കിൾ കാണിക്കുന്ന ജീവികൾ അവർ സീസണൽ ബ്രീഡേഴ്സ് ആണ്. ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് അതിൻ്റെ ഫീമെയില് മെയിലിനെ ഇണചേരുവാൻ അനുവദിക്കുകയുള്ളൂ. സോ ദേ ആർ സീസണൽ ബ്രീഡേഴ്സ്. എന്നാൽ മെൻസ്ട്രുവൽ സൈക്കിൾ കാണിക്കുന്ന ജീവികൾ ദേ ആർ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ സീസൺ. അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈവൻസ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് പറയുക. 3 ഈവൻസ് ആണുള്ളത്, 3 പ്രതിഭാസങ്ങളാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നടക്കുക. 3 ഈവൻസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് ഈവന്റ് pre-fertilization events. Second event fertilization events. Third event post-fertilization events. Pre-fertilization events, fertilization events, post-fertilization events. Pre-fertilization എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന് മുമ്പുള്ള ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴുള്ള ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവൻറ്റ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക, അതിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആദ്യം സൂചിപ്പിച്ച പോലെ 3 തിരിച്ചിരിക്കുന്നു. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വരുന്ന 2 സബ് ഇവൻറ്റ്സ് ആണ് ഗാമീറ്റോജെനിസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഗാമീറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ജെനിസിസ് ഓഫ് ഗാമീറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഈസ് കോൾഡ് ഗാമീറ്റോജെനിസിസ്. ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മെയിൽ ഗാമീറ്റ് ഉണ്ടാവുന്നത് മെയിലിലും ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുന്നത് ഫീമെയിലിലുമാണ്. അപ്പം മെയിലിൽ നിന്നും ഫീമെയിലിലേക്ക് ഗാമീറ്റ് ട്രാൻസ്ഫർ ചെയ്താലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഗാമീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ പ്ലാന്റ്സിൽ കൊടുക്കുന്ന ടെക്നിക്കൽ ടേമാണ് പോളിനേഷൻ. എല്ലാവർക്കും അറിയാം പോളിനേഷൻ പഠിക്കുകയും ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സിൽ വരുന്ന സബ് ഈവൻറ്റ്സ്. അടുത്തത് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ്റെ വേറൊരു ടേമാണ് സിംഗമി. എന്താണ് സിംഗമി? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഈസ് കോൾഡ് സിംഗമി. ഫെർട്ടിലൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ബോഡി ഓഫ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ പറയും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ.
when it takes place in the outside of the body of the organism, that is called external fertilization. അപ്പോൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ, ബോഡിയുടെ പുറത്ത് നടക്കണമെങ്കിൽ, ആ ഗ്യാമീറ്റിൻ്റെ ഫ്യൂഷൻ ബോഡിയുടെ പുറത്ത് വെച്ചാണ് നടക്കുക. സോ എ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. സോ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വാട്ടറാണ് ഒരു മീഡിയമായിട്ട് വർത്തിക്കുക. പല ജലജീവികളിലും മത്സ്യങ്ങളിൽ തവള ഇവയൊക്കെ മുട്ടയിടുന്നത് അവിടെ നമുക്കറിയാം വെള്ളത്തിലാണ്. അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ അവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂഷൻ നടക്കുന്നതും വാട്ടറിൽ വെച്ചാണ്. So that is what we call external fertilization. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് അതിൽ വരുന്നതാണ് ആദ്യം സൈഗോട്ട് ഫോർമേഷൻ ഫോളോഡ് ബൈ എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ്, ജെനിസിസ് ഓഫ് എംബ്രിയോ മീൻസ് the process of formation of embryo from the zygote is called embryogenesis. എംബ്രിയോജെനിസിസിലെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. ഒരു വർക്ക്ഷീറ്റ് തരികയാണ്, ഇതെല്ലാവരും ബുക്കിൽ പകർത്തേണ്ടതാണ്. ഈ ജീവികളുടെ ലൈഫ് സൈക്കിൾ കണ്ടുപിടിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി പഠിക്കുക. ഒരു വർക്ക് കൂടിയും പറയുന്നു, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇതും കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.